ഫാർമയുടെ വിശേഷങ്ങളുമായി പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ സാറാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത്. നമസ്കാരം. ഇപ്പോൾ വലിയൊരു ജേർണി ആയിരുന്നില്ലേ ഫാർമ? ഈ അരുൺ ചേട്ടൻ ഈ സ്ക്രിപ്റ്റും കൊണ്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ അപ്രോച്ച് ചെയ്തത്? കണ്ണു നിറഞ്ഞത് തന്നെയാണ് ആ ഒരു സബ്ജക്റ്റ് കേട്ടുള്ളത്. അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. ഫാർമ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ ത്രില്ലറോ അങ്ങനെ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു സീരീസേ അല്ല. ഇവൻ ചോദിച്ച ഒരു ചോദ്യം അതാണ്, വൈ ഷുഡ് ഐ ഡു ദിസ്? ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം? വനിതാ ഡോണിനെ മീറ്റ് ചെയ്യേണ്ടി വന്നു, അവരോട് കഥ പറഞ്ഞു. അത് ശരിക്കും നടന്ന സംഭവമാണ്. അത് എങ്ങനെ അറിഞ്ഞത്? അതറിഞ്ഞു. എന്താണ് മമ്മൂട്ടി സാറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കള്ളിമുൾ ചെടിയെ പോലെയാണ് അദ്ദേഹം എന്ന് പറയാം. ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ലെറ്റ്സ് പ്ലാൻ ഫോർ ഫാർമ 2. നമസ്കാരം, ഞാൻ സിദ്ദിഖ് നഫീസ. ഫാർമയുടെ വിശേഷങ്ങളുമായി പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ സാറാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ, ഇന്നലെ ഫാർമയുടെ പ്രീമിയർ നമ്മളിവിടെ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡയറക്ടർ അരുൺ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഥയുമായിട്ട് ഹോട്ട്സ്റ്റാറിനെ സമീപിക്കുമ്പോൾ എൻ്റെ മോൻ ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് അവൻ സ്കൂളിൽ പോകാനുള്ള ടൈമായിരുന്നു. അപ്പോൾ വലിയൊരു ജേർണി ആയിരുന്നില്ലേ ഫാർമ? തീർച്ചയായിട്ടും. ആക്ച്വലി ഞങ്ങളൊരു ഷൂട്ട് തുടങ്ങിയിട്ടൊരു എൻ്റയർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം റൈറ്റ് ഫ്രം സ്ക്രിപ്റ്റിംഗ് ഇതെടുത്തിട്ടുണ്ട്. 2 വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ എന്ന് നമുക്ക് പറയാം. അത്രയും ഒരു കാലാവധി എടുത്ത് പൂർത്തിയാക്കിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഫാർമ. അത്രയും ഒരു ലോങ് ജേർണി ആയിരുന്നു. അപ്പോൾ ഈ അരുൺ ചേട്ടൻ ഈ സ്ക്രിപ്റ്റും കൊണ്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ അപ്രോച്ച് ചെയ്തത്? ശരി, അരുൺ എനിക്ക് ആസ് എ ഫിലിം മേക്കർ എന്നുള്ളതിൽ ഫൈനൽസ് അങ്ങനെയുള്ള ശ്രദ്ധിക്കപ്പെട്ട സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ സിനിമ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ അറിയാം. മുത്തുമണി അങ്ങനെ അറിയാം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാണുന്ന അൻപുട് കൊച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചിയിൽ കളക്ടർ അദ്ദേഹം നടത്തിയൊരു ഒരു നമ്മുടെ ഈ പിന്നെ ദുരിതാശ്വാസമൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് അരുണിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അങ്ങനെ വലിയ പരിചയം ഉണ്ടായില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ നിന്നാണ് എന്നെ അരുണുമായിട്ട് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതിന് മുൻപ് ഒരു ശങ്കർ രാമകൃഷ്ണൻ തന്നൊരു സബ്ജക്റ്റുമായിട്ട് ഞാനങ്ങനെ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ഒരു സീരീസിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കറക്ഷൻസ് വന്നു കഴിഞ്ഞപ്പം അരുൺ അവിടെ ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്യുകയും, അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിൽ നിന്ന് പറയുകയും, അങ്ങനെയാണ് അരുൺ കഥ പറയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരികയും ഞങ്ങളൊരു കോഫി ഷോപ്പിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ കഥ കേൾക്കുന്നത്. അങ്ങനെയാണ് പരിചയം. അങ്ങനെയാണ് ഈ രീതിയിലേക്കൊരു നല്ല പരിചയത്തിലേക്ക് വന്നത്. അപ്പോൾ അന്ന് തന്നെ അരുൺ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്രക്സ് പറയാം, 1 ലൈൻ പറയാം, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ സമാധാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. അല്ല ഇത് 8 എപ്പിസോഡുണ്ട് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു ഈ ഫുള്ളി പാക്കേജാണ്. 8 എപ്പിസോഡ് ഉണ്ട്. 8 എപ്പിസോഡും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റുമായിട്ട് ആണ് പുള്ളി വരുന്നത്. പക്ഷേ അതിനകത്ത് ഡയലോഗ്സ് ഇല്ല. മീൻസ് എപ്പിസോഡ് വൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1 ലൈൻ പോലെ. പിന്നെ നമ്മൾ അതിനകത്തൊരു സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോകണം. സ്ക്രിപ്റ്റിംഗ് ഇൻ ദ സെൻസ് ഡയലോഗ്സിലേക്ക് പോകണം. അപ്പോൾ ഇത്രയുമായിട്ട് ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അരുൺ ഇങ്ങനെ പറഞ്ഞൊരു 1 ലൈൻ പോകണം. ഞാൻ പറഞ്ഞല്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ക്രിപ്റ്റ് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത്രയും എപ്പിസോഡിക്കൊക്കെ ആയതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് ഇത് കഥ പറയുമായിരിക്കും അല്ലെ വായിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി ഈ കാര്യം ഈ സ്ക്രിപ്റ്റ് അദ്ദേഹം തുറന്നു നോക്കിയിട്ട് പോലുമില്ല. ഈ ബൗണ്ടഡ് ആയിട്ടുള്ള കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് അല്ലാതെ തന്നെ പുള്ളിയുടെ മൈൻഡിൽ ഇത് മുഴുവൻ കഥയും തറവായിട്ട് ഈ 8 എപ്പിസോഡും പുള്ളി, എനിക്ക് തോന്നുന്നു 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഷേക്കൊക്കെ കുടിച്ച് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട്, പക്ഷേ നമുക്കപ്പോഴും ഒരു നന്നായിട്ട് നറേറ്റ് ചെയ്യുന്ന ഈസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെലർ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഥ പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റത്തിൽ നമ്മൾ കഥ പറഞ്ഞു പോവുകയും അരുണ് കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. എന്നെ കോഫി ഷോപ്പിൽ വെച്ചിട്ട് കൃഷ്ണേട്ടൻ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മളെ ടച്ച് ചെയ്യുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്കായാലും, നമുക്കൊരു മനസ്സിലൊരു അല്പം മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ നമുക്ക് അത് വളരെ കണ്ണു നിറഞ്ഞ് തന്നെയാണ് ആ ഒരു സബ്ജക്റ്റ് കേട്ടുള്ളത്. അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. തൻ്റെ കഥ കേൾക്കുന്ന ആളുകളെ കരയിപ്പിക്കുക എന്നുള്ളത് അരുൺ ചേട്ടൻ്റെ മെയിൻ പരിപാടിയാണ്. ശ്രുതി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇതേണൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ പനമ്പള്ളിയിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ടാണ്, ഇതല്ല വേറൊരു കഥയാണ് കേൾക്കുന്നത്, പുള്ളിക്കാർ വേറൊരു കഥയാണ് കേൾക്കുന്നത്. അപ്പം അദ്ദേഹം ഈ കഥ കേട്ടിട്ട് ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കഥ കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു.
അല്ല, അത് തന്നെയാണ് എനിക്കൊന്ന് അരുണിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാര്യം ഈ പല രീതിയിലുള്ള നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങളുള്ള സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ഒരുപാട് ആൾക്കാർ വന്ന് കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ആൾക്കാരെന്ന് പറയുമ്പം അവരുടെ മൈൻഡിലുണ്ടാവും ചിലപ്പോൾ അത്രയും അത് ഇങ്ങനെ പുറമേ വരണമെന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ ഇംപ്രൊവൈസേഷൻ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അതൊരു ആ രീതിയിലേക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ അരുണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെരി നന്നായിട്ട് നരേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ ഈ മൂഡ് സ്വിങ്സും കഥാപാത്രങ്ങളെയൊക്കെ ആവാഹിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ശ്രുതി പറഞ്ഞത് കാര്യം, അത് നമ്മൾ അതിനകത്തോട്ട് ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളും ആ ഒരു കഥാ പശ്ചാത്തലത്തിലേക്ക് അറിയാതെ തന്നെ നമ്മൾ അങ്ങനെ പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എത്തപ്പെടും. അതുകൊണ്ടാണ് നമുക്കതൊരു അത്രയും ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഉണ്ട, ബൈസിക്കിൾ തീവ്സ്, ജെയിംസ് ആൻഡ് ആലീസ് ഇതുപോലത്തെ നല്ല നല്ല ഗംഭീര പടങ്ങൾ കയ്യിലുള്ള ഒരു പ്രൊഡ്യൂസറാണ് താങ്കൾ. അപ്പോൾ ഫാർമയിൽ എങ്ങനെയാണ്, എന്ത് ഫാക്ടറാണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്? ഇപ്പോൾ വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മാറ്ററാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മേ ബി ഈ പറയുന്ന പോലെ ഈ പ്രശ്നങ്ങൾ എന്ന സെൻസിലേക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു ജെനുവിൻനെസ് ഉണ്ട്, അതിനകത്തൊരു സത്യസന്ധത എന്ന് നമ്മൾ പറയുന്നില്ല. ഏതൊരു വർക്കിലായാലും നമ്മളുടെ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ ഒരു സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിനകത്തറിയാം നമ്മളിപ്പോൾ ഇപ്പം ഫാർമയിൽ മാത്രമല്ല എല്ലാത്തടത്തും ഈ നല്ലതും ചീത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കെട്ടവശം അല്ലെങ്കിൽ ഇതിനകത്ത് മോശമായിട്ടുള്ള മറ്റൊരു വശവും കൂടെ ഇതിനകത്ത് പ്രേക്ഷകരെ അറിയണം എന്നേ ഉള്ളൂ, ഒരു അവയർനെസ് എന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും അടച്ചിപ്പം നമ്മൾ തന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടു ദ പിന്നെ ഡോക്ടേഴ്സ് ആൻഡ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് തന്നെ ഈ പറയുന്ന നല്ല ഡോക്ടർ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ഡോക്ടർ രാജീവ് റാവു അല്ലെങ്കിൽ ഇപ്പം ശ്രുതി ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നടത്തപ്പെടുന്ന ചില കറപ്ഷൻസ് അതിൻ്റെ അകത്ത് എക്സ്പോസ് ചെയ്യുന്നു. അല്ലാതെ ഈ പറയുന്ന പോലെ എന്തിനും ഏതിനും ഈ പറഞ്ഞ പോലെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ ഈ പിൽസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള ഒരു ആംഗിളിൽ കൂടെ ഈ പ്രോജക്റ്റിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു ഞാൻ പറഞ്ഞ എവ്രി ഹ്യൂമൻ നമ്മുടെ ഒരു ലൈഫുമായിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടുക എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് വ്യത്യസ്തമാക്കുന്നത് തോന്നുന്നു. കാര്യം എല്ലാ ആൾക്കാർക്കും ഒരു മരുന്ന് കഴിക്കാത്ത അല്ലെങ്കിൽ ഒരു ആശുപത്രി പോകാത്ത മനുഷ്യരല്ലല്ലോ ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഫാർമ ഇറങ്ങി കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടി ഉണ്ടാവും ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് കഴിക്കാനും? അല്ലെങ്കിൽ സാധാരണ അങ്ങനെയാണല്ലോ, ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അവയർനെസ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ജോസഫ് സിനിമ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ പിന്നെ അവയവദാനങ്ങളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയുന്നത്, അതിൻ്റെ ബേക്കിൽ നടക്കുന്ന കളികളെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഓരോ സിനിമയും ഓരോരോ അറിവുകളാണ്. അപ്പോൾ ഫാർമ ഇറങ്ങുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇനി ഗുളിക കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിക്കാത്ത മലയാളികളല്ല, ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു പാരസെറ്റമോൾ അവർ എന്തായാലും കഴിക്കും. അപ്പോൾ ഇത് കഴിക്കാനെടുക്കുമ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും ഒരു പേടി, നമ്മുടെ പടം നമ്മുടെ വെബ് സീരീസ് കണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ ഭയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ മുമ്പ് പറഞ്ഞൊരു അവയർനെസ് പ്രിപ്പയർഡ് ആവുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ആസ്പെക്റ്റിൽ തീർച്ചയായിട്ടും ഫാർമ അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടു. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റെപ്പ്, അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും അദ്ദേഹത്തിൻ്റെ POVയിലൂടെയാണ് കഥ പോകുന്നത് എന്നുള്ള രീതിയിലാണ്. ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഫാർമ, എന്താണ് ആക്ച്വലി ആയിട്ടുള്ളൊരു ഫാർമ പറയുന്നത്? ഈ ഫാർമ ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ ത്രില്ലറോ അങ്ങനെ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു സീരീസേ അല്ല. ആക്ച്വലി ഇതൊരു സോഷ്യൽ ഡ്രാമ എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഒരു KP വിനോദ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു കഥയാണ്. അതുകൊണ്ട് സ്റ്റോറി ഓഫ് എ സെയിൽസ്മാൻ എന്നാണ് നമ്മളിതിനെ ഷോർട്ടായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ സ്റ്റാർട്ടിങ് കാണിക്കുമ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു നിവിൻ പോളിയാണ്. അതിൻ്റെ ഹെയർ സ്റ്റൈലും ഷർട്ടും എല്ലാം വ്യത്യാസമുണ്ട്, കണ്ണാടിയൊന്നുമില്ല. പിന്നെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സ്പെറ്റ്സ് ആവുന്നുണ്ട്, ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ട്, കളർ പാലറ്റ് പോലും ഫുള്ളി ചേഞ്ച് ആവുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ആള് ഇപ്പം വന്ന് ജോയിൻ ചെയ്യുന്നു, പിന്നെ അതിന് ശേഷം ആള് പ്രൊമോഷനായി ആളുടെ അടിയിൽ വേറെ അയാളെ പോലെ തന്നെയുള്ള ആൾക്കാർ വരുമ്പോൾ ഉള്ള ആ ഒരു രണ്ട് ഡിഫറൻസും, അന്നേരം
എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്നതെന്നുള്ള ആ ഒരു മൊത്തത്തിലുള്ള സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയും കൂടെ ഉണ്ട്. അതിനകത്ത് രണ്ട് കാലഘട്ടമാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഈ കാലഘട്ടത്തിന്റെ ഗ്യാപ്പായിരുന്നു, അതായത് ഇവർക്ക് ഒന്ന് റെഡി ആവാനുള്ള ഒരു ടൈമായിരുന്നു ഈ 2 വർഷം 3 വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് ആയിട്ടാണ് ഈ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. പിന്നെ നിവിൻ തന്നെ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഈ സീരീസ് ചെയ്യുമ്പം തന്നെ ഹീസ് എ ഫ്രണ്ട് ലൈൻ ഇവിടുത്തെ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഫിലിം കമ്മിറ്റ്മെൻറ്റ്സ് പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംസാരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു ബോൾഡായിട്ടുള്ളൊരു മൂവാണ് നിവിൻ പോളി ആസ് എൻ ആക്ടർ. കാര്യം അത്രയും ഫ്രണ്ട് ലൈൻ നിൽക്കുന്ന ഒരാൾ വൈ ഷുഡ് ഐ ഡു എ സീരീസ് എന്ന് ചിന്തിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു സബ്ജക്റ്റ് കേട്ടതിന് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ആൾക്കാർ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ലെറ്റ്സ് ഡു ദിസ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നിവിൻ പോളി എങ്ങനെയാണ് ആക്ച്വലി ഫാർമയിലേക്ക് എത്തുന്നത്? നേരത്തെ ഒരു ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പാണത് ശ്രീ ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പൃഥ്വിരാജ്, നിവിനും ഭാവന ഒക്കെ അഭിനയിച്ചിട്ടുള്ള US അറ്റ്ലാന്റയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അരുണും കൂടെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ് നിവിനോട് ഈ സബ്ജക്റ്റ് പറയുകയും പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഇത്രയും ഒരു സീരീസ് എന്ന് പറയുമ്പോൾ 8 എപ്പിസോഡുള്ള സീരീസ്, അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ആർക്കും അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു അറിവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എപ്പിസോഡ് വൈസ് നമുക്കൊരു ഡ്യൂറേഷൻ എങ്ങനെയാണ്, മൊത്തം ഡ്യൂറേഷൻ എത്ര വരും, അപ്പോൾ അതിൻ്റെ ഒരു ഡേയ്സ് ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം നമുക്ക് ലെറ്റ്സ് ഗോ ഫോർവേഡ് എന്നുള്ളൊരു തീരുമാനം എടുത്തു. എന്തായാലും ഞാനിത് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിൽ നിവിൻ പറഞ്ഞു. പക്ഷേ ആ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടർ ഇതിലേക്ക് വന്നത് ദാറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ്. പിന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പം തന്നെ നിവിൻ ചോദിച്ച ഒരു ചോദ്യം അതാണ്, വൈ ഷുഡ് ഐ ഡു ദിസ്, ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം? അപ്പം നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ്, നിങ്ങൾ അത്തരം റോൾസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കൂ. പിന്നെ ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട്, ഇപ്പം മക്കൾ 2 പേരായിരുന്നാലും എനിക്കറിയാം, അന്ന് നിവിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ദാദാ കുഞ്ഞു മകനാണ്. അപ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പുള്ളി, വെരി വെരി അറ്റാച്ച്ഡ് മക്കളുമായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുട്ടികളാണ് ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവത്തിൽ എലമെൻ്റ്, കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുകയും ഇമോഷണൽ ആവുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു എനിക്ക് തോന്നുന്ന ദാറ്റ് വാസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് തോന്നി. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്ന ആ ഒരു കാരണം കൂടെ ഉണ്ടാവും. അരുൺ ചേട്ടൻ ഒരു RJ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഈ ഫീൽഡിൽ തന്നെ, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന, അതായത് ഇപ്പോൾ നിവിൻ പോളി ചെയ്തേക്കുന്ന ക്യാരക്ടർ റിയൽ ലൈഫിൽ നമ്മൾ ഡയറക്ടർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് വർക്കായിട്ടുണ്ടാവും നമ്മുടെ സ്ക്രിപ്റ്റിലും? തീർച്ചയായിട്ടും. അത് ഏതൊരു പശ്ചാത്തലവും നമുക്കറിയാമല്ലോ. നമ്മളൊരു ആസ് എ റൈറ്റർ ഇപ്പം നമ്മളൊരു കഥ എഴുതുവാണെങ്കിൽ പോലും നമ്മൾ ആ കഥാ പശ്ചാത്തലമായിട്ട് നമ്മൾ പരിചിതമാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഭയങ്കര ഓതൻറ്റിസിറ്റി ഉണ്ടാവും. അപ്പോൾ അരുണിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സാക്ട്ലി ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഫാർമ ഫീൽഡിൽ നടക്കുന്ന ഇന്റേണൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അരുണിൻ്റെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഒരുപാട് അരുണിനെ റൈറ്റിങ്ങിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. 100% അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഭയങ്കര ഒരു ഒത്തൻറ്റിക് ബാക്കപ്പുകൾ ഈ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ സംഭാഷണങ്ങൾക്കും ഒക്കെ എനിക്ക് തോന്നുന്നത് കിട്ടാനുള്ളൊരു സാഹചര്യം അരുണിൻ്റെ ഈ ഒരു മേഖലയിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഡോക്ടേഴ്സിനെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിപ്പിച്ചു, സ്ക്രീൻ പ്ലേ ഒക്കെ അവരെ വായിച്ച് കേൾപ്പിച്ചു അവരിൽ നിന്ന്. അല്ലല്ല, അത് ശരിയാണ്. അതിനകത്തുള്ള അത്രയും ഒരു ഹോംവർക്ക് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അറിയാം. അതിനകത്ത് തന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവരുടെ ഒരു മെഡിക്കൽ റെപ്പിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതിനകത്ത് തന്നെ നമുക്കറിയാം ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഈ വരുന്നവരുടെ എല്ലാം ബാഗ് വെച്ചിട്ടുള്ളൊരു ഷോട്ട്സൊക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ള ഇവരുടേതായിട്ടുള്ള ഒരുപാട് അവർക്ക് ആ മേഖലയിലുള്ളവർക്ക് നന്നായിട്ട് ഇത് ഞാൻ തന്നെ അല്ലേ എന്ന് തോന്നുന്ന രീതിയിലേക്ക് അത്രയും വെയിറ്റിംഗ് ആണ്. നിൽക്കുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ആ ബാഗിൻ്റെ ഓർഡറിൽ വന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് കയറുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവരുടെ ഒരു ഇന്റേണലി നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് വളരെ ഒത്തൻറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ അരുൺ ശ്രമിച്ചിട്ടുണ്ട്. അരുണിനെ ആവേശ് കുമാർ എന്ന് വിളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ആവേശമാണ്, ചില ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെയാണോ ലൊക്കേഷനിലും ഭയങ്കര ആവേശം ആയിട്ടാണോ സംസാരിക്കുന്നതും എല്ലാം? എക്സൈറ്റ്മെൻ്റ് ആണോ അദ്ദേഹം? അല്ല, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് അരുണിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആളാണ്. പെട്ടെന്ന് സങ്കടം വരികയും അല്ലെങ്കിൽ സന്തോഷം വരികയൊക്കെ ചെയ്യുന്നു. അത് മനസ്സിൽ ഒരു ലെയറിട്ട് പെരുമാറുന്ന ആളല്ലെന്ന് ചോദിച്ചു. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പുള്ളി
പുള്ളി എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് കാണിക്കും, സങ്കടമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഒന്നും മറച്ചു വെക്കാതെ അത് അതുപോലെ തന്നെ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പൺനെസ്സും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ആ ക്യാരക്ടറിന്റെ ഒരു ക്ലാരിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ലൊക്കേഷൻസുകളിൽ നമ്മുടെ ഫാർമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിൽ ഞാൻ അറിഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് ഒരു വനിതാ ഡോണിനെ മീറ്റ് ചെയ്യേണ്ടി വന്നു, അവരോട് കഥ പറഞ്ഞു. അത് ശരിക്കും നടന്ന സംഭവമാണോ? അത് എങ്ങനെ അറിഞ്ഞത്? അതറിഞ്ഞു, അത് ശരിക്കും നടന്ന സംഭവമാണോ? അല്ല, അത് ഇഷ്യൂ ഉണ്ടായതല്ല. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ചെറിയ ഈ ഗല്ലീസ് പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു മെയിൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് പെർമിഷൻ എടുത്ത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ചിലപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ആ ഒരു ബൈക്കിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് മാത്രമല്ല ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പം നമ്മൾക്ക് അപ്പോൾ അരുൺ ഇതുപോലെ ഞങ്ങൾ പിന്നെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചൊരു പരിപാടി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അവിടെ കൊണ്ടുപോയ നമ്മുടെ ലൊക്കേഷൻ മാൻ പറഞ്ഞു, ഒരു കാരണവശാലും സാർ ഇവിടെ നടക്കില്ല, ഇവിടെ പെർമിഷൻ ഒന്നും കിട്ടത്തില്ല, പോലീസ് സമ്മതിക്കത്തില്ല, ആരും സമ്മതിക്കത്തില്ല. അപ്പം പറഞ്ഞു ഒരു വഴിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു ആളുണ്ട്, ഒരു ലേഡിയുണ്ട്, പുള്ളിക്കാരിയാണ് ആ ഏരിയ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ആൾ. അങ്ങനെ ഒരു ഡോണെന്ന് തന്നെ പറയാം. അപ്പോൾ ആളുടെ ഒരു അണ്ടറിലാണ് ആ ഏരിയ മുഴുവൻ വരുന്നത്. അവർ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അരുൺ ഞാൻ പറഞ്ഞില്ലേ, അരുൺ അങ്ങനെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആൾക്ക് പറയും, അല്ലെ മറ്റൊരു ഇതെനിക്ക് കിട്ടിയത് തീരൂ എന്നുള്ളൊരു കടുംപിടുത്തമൊന്നുമില്ല. അപ്പോൾ പറയും, നമുക്ക് ചേട്ടാ ഇത് കിട്ടിയാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും, സംഭവം ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയാം. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നമുക്കിത് എങ്ങനെയെങ്കിലും റെഡിയായി കൊടുക്കണമെന്നുള്ളൊരു രീതിയിലാണ് അരുൺ അത്ര അഫെക്ഷനേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളും ആർട്ട് ഡയറക്ടർ രാജീവുമായിട്ട് നമ്മൾ പറഞ്ഞ് നമ്മളൊരു ശ്രമം നടത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയപ്പം ഭയങ്കര നമ്മളിപ്പോൾ ഡോൺ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഭയങ്കര വേറൊരു രീതിയിലൊക്കെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കും ഈ ഡോൺ ഇറങ്ങി നമ്മൾ കണ്ടിട്ടില്ല, സിനിമയിലെ കാണുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ താഴെ ചെന്നപ്പോൾ തന്നെ ഒരു CCTV-യിലൊക്കെ ഇങ്ങനെ അവർ കാണുന്നുണ്ടെന്ന്. അപ്പം അവരിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണ്ടു, സിനിമയിൽ കാണുന്ന അങ്ങനെ. അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ഇപ്പോഴും അതിനകത്ത്. അപ്പോൾ പക്ഷെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് സമയം വന്നു, സെക്യൂരിറ്റി വന്നു, പിന്നെ എന്നിട്ട് അവരുടെ ഒരാൾ വന്നിട്ട് നമ്മളെ കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കൊണ്ടു തന്ന്, അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ഇരിക്കുന്നത് ആരാണ് ഈ വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വളരെ സാധാരണമായിട്ടും നല്ല ഐശ്വര്യമുള്ളൊരു ചേച്ചി, ഒരു ലേഡി വന്നു. അപ്പം നമ്മൾ ചോദിച്ചു, ഇതാണോ ഇനി ഡോണിൻ്റെ പുറകെ വരുത്തുള്ളായിരിക്കും എന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ ഷൂട്ടിംഗ് പെർമിഷൻ നമുക്ക് കൊടുക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രീതി അറിയാമല്ലോ. ശരിയാണ്, ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ട്രാഫിക്ക് താറുമാറായിപ്പോൾ അവിടുത്തെ ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം നടക്കത്തില്ല. അതുകൊണ്ടാണ്, അല്ല നിങ്ങൾക്ക് വേറെ വിരോധമുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ പറയും, ഞാൻ ചെയ്യാം. പക്ഷേ ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കടകൾ അത്രയും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. സൗമ്യമായിട്ട് പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, അല്ല അത് ചെയ്ത്. അപ്പം നമ്മൾ പറഞ്ഞു, ഇങ്ങനൊരു സബ്ജക്റ്റ് ആണെന്നും പറഞ്ഞ് ഇവരോട് ഈ ഫാർമയുടെ ഈ കുട്ടികളുടെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരോട് പറഞ്ഞു. സ്ക്രിപ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് അവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഒരു പൊതുവായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പം ആൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ എപ്പോഴത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. എന്നിട്ട് എന്താ എന്ന് വെച്ചാൽ ഏറ്റവും അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി തന്നെ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് പുള്ളിക്കാരി തന്നെ അവിടെ എല്ലാം മാനേജ് ചെയ്ത് തന്നു. രജത് കപൂർ എങ്ങനെയാണ് നമ്മുടെ ഫാർമയിലേക്ക് എത്തുന്നത്? അത് ഇതുപോലെ തന്നെ ഇവന് അരുണായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നും കാസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം ഈ സബ്ജക്റ്റുമായിട്ടൊരു ഗോ ഹെഡ് ആണ് ഹോട്ട്സ്റ്റാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളത് മൊത്തം ഒരു പ്രോജക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഓക്കെ നമ്മൾ KP വിനോദിനെ ഫിക്സ് ചെയ്തു. നിവിൻ പോളി എന്ന് പറയുന്നൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ആക്ടർ നമുക്ക് കിട്ടിയത്. സോ ദാറ്റ് സൈഡ് ഈസ് ബീൻ സേഫ്. അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര ഉത്തരവാദിത്വവും ഭയങ്കര ചലഞ്ചുമായി. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാസ്റ്റിങ്ങും അതുപോലെ വേണമല്ലോ. അപ്പോൾ ഈ ഡോക്ടർ രാജീവ് റാവ് എന്ന് പറഞ്ഞ ക്യാരക്ടറും അങ്ങനെ അതുപോലുള്ളൊരു നല്ല ആക്ടർ വേണം. പിന്നെ ഹീസ് നോട്ട് എ ടിപ്പിക്കൽ മലയാളി അല്ല, അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം എങ്ങനെയെന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ അരുണിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ രജത് കപൂറിൻ്റെ ഒരു സംഭവം, അയ്യോ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ ശ്രീ ശ്യാമപ്രസാദ് അദ്ദേഹമായിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് രജത് കപൂർ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശ്യാംജിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റെഫറൻസ് വഴിയാണ് രജത് കപൂറിനെ നേരിട്ട് വിളിച്ചിട്ടങ്ങ് ബോംബെയിൽ പോയിട്ട് നേരിട്ട് സ്ട്രെയിറ്റ് അങ്ങ് ആളുടെ ഓഫീസിലോട്ട് ചെന്നിട്ടൊരു ചെറിയ ബ്രീഫ് പറഞ്ഞു. അതിനുശേഷം ടൈം ഫിക്സ് ചെയ്ത് അരുൺ അതിൻ്റെ ഒരു ഫുൾ നരേഷൻ കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ഓൺ ബോർഡ് വരുന്നത്. ഓക്കെ. IFFIയിൽ നാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഫാർമ കളിച്ചിരുന്നു. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടാനും ഒരുപാട് ആളുകൾ അവിടെ കാണാനായിട്ട് വരും. തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് കാര്യം നമ്മുടെ സൗത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്ന അങ്ങനെ സീരീസുകളൊന്നും അങ്ങനെ പ്രീമിയർ ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ അങ്ങനെ എന്തോ 1-2 വെബ് സീരീസും മുമ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയെപ്പറ്റി ആണ് ആദ്യം ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത്. ഇങ്ങനൊരു സാധ്യത ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. വലിയ വെല്ലുവിളിയും ചലഞ്ചസ് ആണ്. ഇങ്ങനൊരു സാധനം മാത്രമാണ്. പക്ഷേ നമ്മൾക്ക് പോകാൻ പറ്റിയാൽ വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങി നമ്മളങ്ങനെ പോയി അതിൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ ഒരു 3 എപ്പിസോഡ് നമുക്കവിടെ ഒരു റെഡ് കാർപ്പറ്റ് നമുക്ക് ഒരു പ്രീമിയർ IFFI ഗോവയിൽ അവർ തന്നു. അങ്ങനെ ചെയ്യാൻ പറ്റി. അതൊരു ഫസ്റ്റ് ടൈം ഇൻ സൗത്ത് അങ്ങനെ ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് നമ്മുടെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാറിൻ്റെ ടീം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫീലിംഗ് ഓൾ ടുഗദർ. അവിടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ തന്നെ മലയാളത്തിൽ അത്യാവശ്യം മുൻനിര നായകന്മാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പൃഥ്വിരാജുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആസിഫ് അലി, ഇപ്പോൾ നിവിൻ പോളിയായിട്ട്. അപ്പം ഇവരുമായിട്ടുള്ള ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇവരിൽ നിന്നെല്ലാം ഭയങ്കര വ്യത്യസ്തനാണ് മമ്മൂട്ടി സാറെന്ന് പറയാം. അപ്പം എന്താണ് മമ്മൂട്ടി സാറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു ലിവിങ് ലെജൻഡ് എന്ന് പറയുന്ന ഒരാളാണ്. ആക്ടർ എല്ലാവർക്കും അറിയാവുന്നതാണ്. സച്ച് എ മെഗാസ്റ്റാർ തന്നെയാണ് അൺഡൗട്ടഡ്ലി. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയുമ്പോൾ അദ്ദേഹം ഈസ് എൻ ഇൻഫിനിറ്റ് ആക്ടർ. യു കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഒരു ഇൻഫിനിറ്റ് ആക്ടർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യം. പിന്നെ ഡിഫൈൻ ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം. പിന്നെ ഭയങ്കര ഹാർഡ് കോർ പ്രൊഫഷണലാണ്, ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംശയങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. വൺസ് യു ക്ലിയർ ഓൾ ദാറ്റ് ഡൗട്ട്സ് ദെൻ ഹി വിൽ ബി വിത്ത് യു. പിന്നെ മനസ്സിൽ ഇങ്ങനെ ഈ കാണുന്ന എനിക്ക് തോന്നുന്നൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളിമുൾ ചെടിയെ പോലെയാണ് അദ്ദേഹം എന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളിമുൾ ചെടി എന്താണെന്ന് പറയാം, അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര മുള്ളുള്ള കാര്യം. ഇല്ലെങ്കിൽ ഈ മുള്ളില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി ഇതിനെ ഇങ്ങനെ ഞൗടിക്കളയും. അപ്പോൾ അതിൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു ഗൗരവം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു നൈർമല്യം ആളുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ വെക്കുന്ന ഒരു ഇതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാര്യം അങ്ങനെ ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് കേട്ടോ, മമ്മൂട്ടി സാറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു. അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാര്യം ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ നൈർമല്യവും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഫാർമ ഒരു ഗംഭീര വിജയമാകട്ടെ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോട്ട്സ്റ്റാറിൻ്റെ ടീം, അതിൻ്റെ കണ്ടന്റ് ഹെഡ്, ബിസിനസ് ഹെഡ്, സൗത്ത് ഹെഡ്, അവരൊക്കെ ഇതിൻ്റെ ഒരു കണ്ടന്റ് കണ്ടിരുന്നു. അപ്പം പിന്നെ അതുപോലെ നമ്മൾ സൗത്ത് ഔൺ ബൗണ്ട് എന്ന് പറഞ്ഞിട്ട് സൗത്തിലെ പ്രോജക്ട്സുകളിലെ അപ്കമിങ് ലൈനപ്പുകൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പരിപാടി ഇപ്പം റീസെൻ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത് ഫുൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നമ്മളോട് പറഞ്ഞു, നമ്മുടെ ഒരു ടീമിനോട് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് പ്ലാൻ ഫോർ ഫാർമ 2, അല്ലെങ്കിൽ നമുക്കൊരു ഫാർമ ഫ്രാഞ്ചൈസി പോലെ നമുക്ക് ആക്കണം. എന്തായി നിങ്ങൾ യു ഹാവ് എനി ഐഡിയ വിത്ത് യൂണിവേഴ്സ് ആണ് എന്നറിയില്ല. അത് ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. ബട്ട് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ്? ഇപ്പോൾ അരുൺ എന്താണ് അടുത്തതിനെ പറ്റി, വാട്ട് ഈസ് നെക്സ്റ്റ്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ യു ഡെവലപ്പ് ദാറ്റ് സ്റ്റോറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ് സീരീസ് ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.